നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ട്രംപിസം എത്തിയതോടെ അമേരിക്കയും റഷ്യയും കൂടുതൽ അടുക്കും. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് റഷ്യയ്ക്ക് അനുകൂലമായ സന്ദേശമാണ്. തെരഞ്ഞെടുപ്പ് നടത്താത്ത ഏകാധിപതിയാണ് സെലൻസ്കി എന്നും എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം തന്നെ അവശേഷിക്കില്ലെന്നും ട്രംപ് വിമർശിച്ചു. തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്തിലൂടെയാണ് ട്രംപിന്റെ ഒരു വിമർശനം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിഗുരുതരമാണ് ഈ ആരോപണം. ഇതോടെ യുക്രൈനുമേൽ റഷ്യയ്ക്ക് മുൻതൂക്കവും കിട്ടുകയാണ്. പക്ഷേ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും റഷ്യൻ ലക്ഷ്യങ്ങളെ ഉന്നമിട്ട് കൈവിട്ട കളിയാണ് യുക്രൈൻ നടത്തുന്നത്. റഷ്യയിലെ ക്രാസ്നോഡർ മേഖലയിലെ ഒരു പ്രധാന എണ്ണ പമ്പിംഗ് സ്റ്റേഷനായ കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോർഷ്യത്തിന് ലക്ഷ്യമിട്ട് നിരവധി യുക്രൈൻ ഡ്രോണുകൾ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തെക്കൻ റഷ്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാന എണ്ണ കയറ്റുമതി പൈപ്പ് ലൈനിലേക്കാണ് യുക്രൈൻ ഡ്രോൺ അറ്റാക്ക് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ കളിയിലും യുക്രൈൻ അല്പം പാളിയിട്ടുണ്ട്. കാരണം യുക്രൈൻ ആക്രമണം നടത്തിയിരിക്കുന്നത് അമേരിക്ക കൂടി പങ്കാളിയായിട്ടുള്ള എണ്ണ പമ്പിംഗ് സ്റ്റേഷന് നേരെയാണ്. എണ്ണ പമ്പിംഗ് സ്റ്റേഷന് നേരെ ആക്രമണം നടത്തിയ അതേ ദിവസം തന്നെ ക്രാസ്നോഡർ മേഖലയിൽ ഏകദേശം 20 UAVകൾ ആക്രമണം നടത്തിയതായിട്ടാണ് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്യുന്നത്. 147 റഷ്യൻ ഡ്രോണുകളിൽ 83 എണ്ണം തടഞ്ഞതായി യുക്രൈന്റെ വ്യോമസേന അവകാശപ്പെട്ടു. അതേസമയം 90 യുക്രൈനിയൻ ഡ്രോണുകൾ നശിപ്പിച്ചതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. അടുത്ത 2 മാസത്തിനുള്ളിൽ കയറ്റുമതി അളവ് ഏകദേശം 1/3 കുറയ്ക്കുമെന്ന് റഷ്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പടിഞ്ഞാറൻ യൂറോപ്പ് ഉൾപ്പെടെ കരിങ്കടൽ വഴി കയറ്റുമതി ചെയ്യുന്നതിനെ തെക്കൻ റഷ്യയിലുടനീളം കസാക്ക് എണ്ണ കൊണ്ടുപോകുന്ന കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോർഷ്യത്തിന്റെ പമ്പിംഗ് സ്റ്റേഷനിൽ തിങ്കളാഴ്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച 7 ഡ്രോണുകൾ ഇടിക്കുകയായിരുന്നു. 1500 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഒരു കൺസോർഷ്യത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതിൽ റഷ്യൻ, കസാക്ക് സർക്കാരുകളും പാശ്ചാത്യ ഊർജ്ജ പ്രമുഖരായ ഷെവ്രോൺ, എക്സോൺ മൊബിൽ, ഷെൽ എന്നിവയും ഓഹരികൾ കൈവശം വെച്ചിട്ടുണ്ട്. അമേരിക്കൻ ഭീമന്മാരായ ഷെവോണും എക്സോൺ മൊബിലും ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയായ കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോർഷ്യം പുറത്തിറക്കിയ പത്രക്കുറിപ്പ് പ്രകാരം ഫെബ്രുവരി 17 പുലർച്ചെയാണ് ക്രോപോട്കിൻസ്കായ പമ്പിംഗ് സ്റ്റേഷനുകളിൽ സ്ഫോടക വസ്തുക്കളും ലോഹ ഘടകങ്ങളും നിറച്ച ഡ്രോണുകൾ ആക്രമണം നടത്തിയത്. കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോർഷ്യം കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര എണ്ണ ഗതാഗത പദ്ധതിയാണ്. റഷ്യ, കസാക്കിസ്ഥാൻ, അമേരിക്ക ആസ്ഥാനമായുള്ള ഭീമന്മാരായ ഷെവോൺ, എക്സോൺ മൊബിൽ എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ എണ്ണ കമ്പനികൾ ഈ കൺസോർഷ്യത്തിൽ പങ്കാളികളാണ്. പശ്ചിമ കസാക്കിസ്ഥാനിൽ നിന്നും റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ കൊണ്ടുപോകുന്നതിൽ കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോർഷ്യം നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. CPC വഴി കയറ്റുമതി ചെയ്യുന്ന എണ്ണ വിതരണത്തിൽ അമേരിക്കൻ കമ്പനികൾക്ക് ഗണ്യമായ പങ്കുമുണ്ട്. ഏതായാലും ഇപ്പോൾ നടത്തിയിട്ടുള്ള ആക്രമണം അമേരിക്കയും ചൊടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 2024 എണ്ണ വിതരണത്തിന്റെ ഏകദേശം 40% നിയന്ത്രിച്ചതും CPC ആണ്. കഴിഞ്ഞ വർഷം മൊത്തത്തിൽ CPC പൈപ്പ് ലൈൻ വഴി മൊത്തം 62.4 ദശലക്ഷം ടൺ എണ്ണയുടെ വ്യാപാരം നടത്തിയിട്ടുണ്ട്. ഇതിൽ 7.3 ദശലക്ഷം ടൺ റഷ്യയിൽ നിന്നും 55.1 ദശലക്ഷം ടൺ കസാക്കിസ്ഥാനിൽ നിന്നുമാണെന്നും ഡാറ്റ പറയുന്നു. പ്രാദേശിക എണ്ണ ഗതാഗതം സുഗമമാക്കുന്നതിൽ കാസ്പിയൻ പൈപ്പ് ലൈൻ സംവിധാനത്തിന്റെ പ്രാധാന്യം ഈ കണക്കുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോർഷ്യം പ്രകാരം ക്രോപോട്കിൻസ്കായ പമ്പിംഗ് സ്റ്റേഷൻ നടന്ന ഡ്രോൺ ആക്രമണം സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കില്ലെന്നും കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോർഷ്യം അതായത് CPC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണ ഫലമായി പമ്പിംഗ് സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ക്രോപോട്കിൻസ്കായ പമ്പിംഗ് സ്റ്റേഷന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ചും കാസ്പിയൻ പൈപ്പ് ലൈൻ കൺസോർഷ്യം അമേരിക്ക, യൂറോപ്യൻ കമ്പനികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഓഹരി ഉടമകളെയും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് റഷ്യയിലെ സിവിലിയൻ സൗകര്യത്തെ ലക്ഷ്യം വെച്ചുള്ള യുക്രൈന്റെ ഭീകരാക്രമണമാണെന്നും CPC ഊന്നി പറഞ്ഞു. ഈ ആക്രമണം റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളിൽ യുക്രൈന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആഗോള നിരീക്ഷകരടക്കം അവകാശപ്പെടുന്നത്.
മോസ്കോയുടെ സൈന്യത്തിന് ഇന്ധനം നൽകുകയോ അതിന്റെ ആക്രമണത്തെ പിന്തുണയ്ക്കാൻ ഫണ്ട് നൽകുകയോ ചെയ്യുന്ന സൈറ്റുകളിൽ എത്താൻ ശ്രമിച്ചുകൊണ്ട് 3 വർഷത്തെ പോരാട്ടത്തിലുടനീളം റഷ്യയുടെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറാണ് യുക്രൈൻ തലസ്ഥാനമായ കീവ് ലക്ഷ്യമിടുന്നത്. അതേസമയം ചർച്ചകളിൽ ഭാഗമാകാതെ യുക്രൈൻ അതിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു കരാറും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഊന്നിപ്പറയുന്ന സെലൻസ്കി റഷ്യയുമായുള്ള സമാധാന കരാറിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സുരക്ഷാ ഉറപ്പുകളുടെ ഒരാഗ്രഹത്തിന്റെ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗണ്യമായ സൈനിക സഹായം, ഉടനടി യൂറോപ്യൻ യൂണിയൻ അംഗത്വം, ഇസ്രായേലിന് നൽകുന്നത് പോലുള്ള സംരക്ഷണം എന്നിവയാണ് സെലൻസ്കിയുടെ ആവശ്യങ്ങളുടെ നീണ്ട നിരയിലുള്ളവ. റഷ്യൻ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണവും യുക്രൈൻ വ്യോമാതിർത്തി സംരക്ഷിക്കാനുള്ള നാറ്റോ അംഗ പ്രതിജ്ഞകളും ഉൾപ്പെടെ ഇസ്രായേലിന് ലഭിക്കുന്ന സമാനമായ സുരക്ഷാ ഗ്യാരണ്ടികളാണ് യുക്രൈൻ നേതാവ് ആഗ്രഹിക്കുന്നത്. യുക്രൈൻ സംഘർഷം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ റഷ്യയും അമേരിക്കയും സൗദി അറേബ്യയിലെ റിയാദിൽ ചർച്ചകൾക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ ആവശ്യങ്ങൾ വരുന്നത്. ഏതൊരു സമാധാന കരാറിലും യുക്രൈന്റെ നേരിട്ടുള്ള പങ്കാളിത്തവും ഈ സുരക്ഷാ ഉറപ്പുകളും ഉൾപ്പെടുത്തണമെന്നാണ് സെലൻസ്കി ഊന്നി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അറ്റാക്ക് റഷ്യക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.